നഗരതീരങ്ങളിൽ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എല്ലാരും ഒന്ന് നോക്കൂ. பார்க்கிறேன் உள்ளதை சொல்கிறேன் உன்னுயிர் சேதிடவான் வழி பார்க்கிறேன் புதிதாய் வழிகளில்லை மூடி அருகில் வா இது போல் எதுவும் இல்லை பார்க்கவா உள்ளதை கேட்கவா രാവിലെ നമ്മളെല്ലാവരും എണീറ്റപ്പോൾ ലേറ്റായി. അതായത് ഇന്നലെ തലേ ദിവസം നമ്മൾ കിടന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം ഗേൾസ് എല്ലാവരും കിടന്നത് ഒരു 3 o'clock, ബോയ്സ് എല്ലാവരും കിടന്നതോട് എനിക്ക് രാവിലെ മോർണിംഗ് 5 o'clock കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും എണീറ്റത് ഒരു 10:30, 11 o'clock എല്ലാവരും എണീറ്റത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കളിച്ചു. അപ്പോഴത്തേനും പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ചോറും എല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെ കുറേ ടൈം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ആ സമയത്ത് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴയ്ക്കൊക്കെ മൂടിയിരിക്കുകയാണ്. മഴയുള്ളത് കാരണം നമ്മൾ വിചാരിച്ചു കുറേ ടൈം നമുക്ക് വീട്ടിനകത്ത് സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. നമുക്ക് പുറത്ത് ഈ ഹെയ്ഷാം എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. നമുക്ക് ബീച്ചിൽ പോവാം. അവിടെ ഞങ്ങൾ പോയി അവിടെയും പോയി നമ്മൾ ക്രിക്കറ്റ് കളിച്ചു, ഫുട്ബോൾ കളിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. Hello friends, welcome to our YouTube channel. We are going to the beach. നമ്മൾ എവിടെ പോയി കിച്ചു? ബീച്ചിലാണ്. ഞങ്ങൾ എല്ലാരും റെഡിയായി. ഞങ്ങൾ ഈ ബീച്ച് വൈബിലേക്ക് പോവുകയാണ് അല്ലേ? ഞങ്ങളുടെ കുറെ ബീച്ച് താരങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം അല്ലേ? പക്ഷെ പുറത്ത് കാറ്റും മഴയും ഒക്കെയാണ്. എന്നാലും നമുക്ക് ബീച്ചൊക്കെ കണ്ട് അടിച്ചു പൊളിക്കാം അല്ലേ? അതെ. Let's go back. മേഘ, നമ്മുടെ സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് മേഘ. നമ്മള് ഭയങ്കര കൊറേ നേരം വീട്ടില് ഇരുന്ന് മഴയായത് കാരണം കേട്ടോ. ഇപ്പൊ സമയം 6 മണിയാണ്. നമ്മള് രാവിലെ തൊട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ടയേർഡായി. എല്ലാം കുറെ നേരമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത്. ഇത് ഇപ്പം ഭാഗ്യത്തിന് വെയിൽ തെളിയുന്നുണ്ട്. ഹായ് സൂരജ്, മേഘ, ഹായ് ഹായ് ജോസെ, റിനി, ഹായ് ഹായ് കിച്ചോ. ഫ്രണ്ടിലാരും രണ്ടുപേരും നീലക്കുളിയാ. നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിപ്പം 3 പേരെ സ്പ്ലിറ്റ് ആയിപ്പോയി. അവർ ബാക്കിയുള്ള വീട്ടിലേക്ക് നടന്നു പോയി. അവരിപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തിക്കാണും. ഇത് നമ്മുടെ ക്യാരവാൻസിൽ കുറേ ക്യാരവാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ ഇതുണ്ട്, ഇത് കാണാൻ പുറകിലെല്ലാം. നമ്മൾ ഈ ക്യാരവാൻ്റെ അങ്ങ് എൻഡിലാണ് നമ്മുടെ ബീച്ച്. ഇറങ്ങാൻ പറ്റുമോ അറിയില്ല, കാരണം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നല്ല മഴയുണ്ടായിരുന്നു. സോ ഇപ്പോൾ നല്ല കാറ്റാണ്. പക്ഷേ നമുക്കൊരു ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അത് കാരണം നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് കുറേ എടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ
ആപ്പിൾ മരമാണിത്. ആപ്പിളൊക്കെ പഴുത്ത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നിറച്ച ആപ്പിളുണ്ട്. നമ്മള് ഇവിടെ എത്തി. നല്ല കാറ്റാണ്. കിച്ചും ഒക്കെ ഭയങ്കര ഫുട്ബോൾ കളിയാണ്. അനീഷേട്ടന് കിച്ചും മനുബ്രോ എല്ലാവരോടും ഭയങ്കര ഫുട്ബോൾ കളിയാണ് കേട്ടോ. നമുക്കും ജോയിൻ ചെയ്യാം. പിന്നെ അവിടെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് കേട്ടോ, ഹെയ്ഷാം എന്നാണ് ഈ പ്ലേസിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ക്യാരവാൻസ് എല്ലാം. നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാരവാൻ ആ ഒരു ഭാഗത്ത് എവിടെയാണ്. നമ്മൾ ക്യാരവാൻ ബുക്ക് ചെയ്തത് Airbnb ആപ്പ് വഴിയാണ് കേട്ടോ. നമ്മൾ അതിൽ നമുക്ക് എല്ലാവർക്കും വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ക്യാരവാൻസ് എല്ലാം. കിച്ചു ഹായ്. നമ്മൾ ബീച്ചിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ നമ്മളിത് ഈ ബോർഡ് നമ്മുടെ കണ്ണിൽ പെട്ടു. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബിക്കോസ് ഓഫ് സം സെക്യൂരിറ്റി റീസൺസ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ബീച്ചിൽ അവിടെ എപ്പോഴാണ് നമുക്ക് വെള്ളം കൂടണത് കുറയണതൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ കുറേ സെക്യൂരിറ്റി റീസൺസ് കാരണം നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പെർമിഷൻ മേടിക്കണം അങ്ങോട്ടേക്ക് ഇറങ്ങാമെങ്കിൽ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര മഴ പെയ്തു. എല്ലാവരും ടയർഡായി. എല്ലാവരും കുറേ നേരം ഓടി ചാടിയൊക്കെ കളിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ക്യാരവാനിലേക്ക് വന്നു. ഇനി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇരിക്കാൻ പോവാണ്. നമുക്ക് ഒക്കെ കാണാം. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ 11 o'clock നമ്മൾ മുന്നേ നമ്മൾ വെക്കേറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാം ഒരുമിച്ച്. പ്രകൃതിയുടെ ആ സൗണ്ട് നിങ്ങൾ പ്രകൃതിയുടെ ഈ സൗണ്ട് ആസ്വദിക്കുക. അവിടെ നിന്ന് പൊട്ടലും ചീറ്റലും നല്ല തേൻമൊഴി, എഴുത്ത് കവിത, എഴുതുക, അല്ല രണ്ടാം സാഹിത്യകാരൻ, കലാകാരൻ,